ചെന്നിത്തലയുടെ വീട്ടിലാണ് അൻവർ സാദത്തുള്ളത്. എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞ് മടങ്ങുകയാണ് അൻവർ സാദത്ത്. വി അരുൺ അവിടെയുണ്ട്. അരുണ്, ഏതായാലും രമേശ് ചെന്നിത്തല അങ്ങ് വഴങ്ങില്ല, ആഭ്യന്തരം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം തനിക്കൊപ്പമുള്ള അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല തുടങ്ങിയ നേതാക്കൾക്കായി മന്ത്രിസ്ഥാനത്തിനായി വാദിക്കുന്നുണ്ട്. KPCC അധ്യക്ഷ പദവിയും തൻ്റെ അടുപ്പക്കാരന് വേണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് എന്നാണ് അറിയുന്നത്. സമ്മർദ്ദം അതിശക്തമാക്കിയിരിക്കുകയാണോ? ഇന്നലെ UDF യോഗത്തിൽ പോലും രമേശ് ചെന്നിത്തല പങ്കെടുത്തിരുന്നില്ല. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ? രഞ്ജിത്ത്, VD സതീശന് മന്ത്രിസഭയിൽ തൻ്റെ ആളുകളെ ഉൾക്കൊള്ളിക്കുക അല്ലെങ്കിൽ അതിലൊരു ആധിപത്യം ഉണ്ടാക്കുക അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന നമുക്ക് ചർച്ചകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഏത് മുഖ്യമന്ത്രിക്കും തൻ്റെ മന്ത്രിസഭയിൽ തനിക്കൊപ്പം പൂർണ്ണമായി നിൽക്കുന്ന ആളുകൾ വിശ്വസ്തരെ നിറയ്ക്കുക എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് VD സതീശന് അത്ര എളുപ്പമാകില്ല. KC വേണുഗോപാൽ പക്ഷം തങ്ങൾക്കൊപ്പമുള്ള അരഡസനിലേറെ പേരെ, വിശ്വസ്തര അരഡസനിലെ പേരെ മന്ത്രിമാരാക്കാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി VD സതീശന് മുമ്പാകെ വരുന്നത്. അതിൽ പലരും ഒഴിവാക്കാൻ കഴിയാത്ത പേരുകാരുമാണ്. അതാണ് VD സതീശനെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മുന്നിൽ ഉള്ളത്. VD സതീശൻ കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ എത്തുകയാണെങ്കിൽ, അദ്ദേഹം മന്ത്രിസഭയിൽ എത്തിയാൽ രമേശ് ചെന്നിത്തല ഒരാളാണ്. പിന്നീട് K മുരളീധരൻ മന്ത്രിസഭയിൽ ഉറപ്പായും വരുന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ സതീശിനൊപ്പം തന്നെ നിൽക്കുന്നയാളുമാണ്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാണ്. അദ്ദേഹം KC ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. M വിൻസെൻ്റ് മന്ത്രിസഭയിലേക്ക് എത്താൻ, തിരുവനന്തപുരത്ത് എത്താൻ സാധ്യതയുണ്ട്. M വിൻസെൻ്റ് സതീശിനൊപ്പം നിൽക്കുന്നയാളാണ്. PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, T സിദ്ദിഖ്, AP അനിൽകുമാർ തുടങ്ങിയ പേരുകൾ സജീവമായി തന്നെ KC പക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ AP അനിൽകുമാറിന് വളരെ പ്രധാനപ്പെട്ട വകുപ്പ് കീ പോസ്റ്റിലേക്ക് അദ്ദേഹം വരണമെന്ന ആവശ്യമാണ്. KC വേണുഗോപാലുമായി അത്രയധികം വ്യക്തിബന്ധം കൂടിയുള്ള ആളാണ്. ഒരുമിച്ച് നിയമസഭയിൽ വന്ന നേതാക്കളാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ AP അനിൽകുമാറിന് വേണ്ടി അതിശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് KC വേണുഗോപാൽ. T സിദ്ദിഖും തീർച്ചയായും മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന KC വേണുഗോപാൽ നിലപാടെടുക്കുന്നു. മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മറ്റു പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹം ഒരുപക്ഷെ ആദ്യം അദ്ദേഹം സ്പീക്കറാക്കാമെന്ന തരത്തിൽ ഉണ്ട്. പക്ഷേ തിരുവഞ്ചൂർ മുതിർന്ന നേതാവാണ്. KC പക്ഷത്തിന് വേണ്ടി അടിയുറച്ച് നിൽക്കുന്ന ആളുമാണ് ഇപ്പോൾ. അതുകൊണ്ട് തിരുവഞ്ചൂരിനെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചേ മതിയാകുന്ന കടുത്ത നിലപാടിൽ KC പക്ഷമുണ്ട്. അങ്ങനെ വരുമ്പോൾ 6ഓളം പേർ ഉറപ്പായും KC അനുകൂലിക്കുന്നവർ മന്ത്രിസഭയിൽ ചുരുങ്ങിയത് 6 പേരെങ്കിലും ഉണ്ടാകും. രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് വലിയ സമ്മർദ്ദമുണ്ട്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുമോ ഇല്ലയോ എന്ന കാര്യം വകുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലാണ് ഉണ്ടാകേണ്ടത്. ആഭ്യന്തരം ലഭിച്ചാൽ മാത്രം മതി എന്ന ഒരു നിലപാടിലാണ് ചെന്നിത്തല ഇപ്പോഴും ഉള്ളത്. അതാണ് അദ്ദേഹം സമ്മർദ്ദം ശക്തമാക്കി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് വകുപ്പ് പക്ഷേ ധനവകുപ്പ് നൽകാൻ തയ്യാറാണെന്ന് VD സതീശൻ നിലപാടെടുക്കുന്നു. ആഭ്യന്തരമില്ലെങ്കിൽ ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുമോ എന്നത് ആദ്യത്തെ ചോദ്യം. അങ്ങനെ വന്നാൽ അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്, തനിക്കൊപ്പമുള്ള അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല എന്നിവരുടെ പേരും സജീവമായി തന്നെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവരിൽ ഒരാളെങ്കിലും മന്ത്രിയാക്കണമെന്ന ആവശ്യമാണ്. അതിലാർക്കാണ് നറുക്ക് വീഴുക എന്നത് കാത്തിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും ഈ മന്ത്രിസഭയിലെ VD അനുകൂലികളുടെ എണ്ണം കുറയും. VT ബൽറാം ഇപ്പോൾ VD സതീശനുമായി ചേർന്ന് നിൽക്കുന്നയാളാണ്. പക്ഷേ മന്ത്രിസഭയിലേക്ക് വരുമെന്ന് പരിഗണിക്കപ്പെടുമെങ്കിലും വരിക അത്ര എളുപ്പമല്ല. 2 വനിതാ മന്ത്രിമാരുണ്ടാകും. അതിലൊന്ന് ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ KCക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന നേതാവാണ്. മറ്റൊരാൾ ഷാനിമോൾ ഉസ്മാനാണ്, VDക്കൊപ്പമുള്ള നേതാവ്. ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസഭയിൽ വനിതാ മുസ്ലിം പ്രാതിനിധ്യമായി വരും. അവിടെയാണ് T സിദ്ദിഖിനെ പോലുള്ള ആളുകളുടെ വഴി ചോദ്യം ചെയ്യപ്പെടുന്നത്. പക്ഷേ T സിദ്ദിഖിനെ ഇല്ലാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാനാകില്ല. കടുത്ത നിലപാട് KC വേണുഗോപാൽ സ്വീകരിച്ചാൽ സിദ്ദിഖിനെയും ഉൾപ്പെടുത്തേണ്ടി വരും. മാത്യു കുഴൽനാടനാണ് KC പക്ഷത്തുനിന്ന് പരിഗണിക്കുന്ന അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പേരുകാരൻ. KCയുടെ ഗ്രൂപ്പ് മാനേജർ എന്ന നിലയിൽ ലീഗിനെ പോലും വിമർശിക്കാൻ, മുസ്ലിം ലീഗിനെ പോലും വിമർശിക്കാൻ രംഗത്തിറങ്ങിയ നേതാവാണ് മാത്യു കുഴൽനാടൻ. പക്ഷേ VD പക്ഷം ആ രീതിയിൽ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ പക്ഷേ ചാണ്ടി ഉമ്മൻ അവിടെ ഒരു സമമായ രണ്ടുപേർക്കും കാര്യമായ എതിർപ്പില്ലാത്ത ആളെന്ന ചാണ്ടി ഉമ്മൻ ആ മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. വേറെയും പേരുകളുണ്ട്. VP സജീന്ദ്രൻ ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്നയാളാണ്. പക്ഷേ സജീന്ദ്രൻ്റെ മന്ത്രിസഭയിലേക്കുള്ള വരവൊക്കെ അത്ര നിശ്ചയമല്ല, ഉറപ്പല്ല. ശക്തൻ തിരുവനന്തപുരത്ത് നിന്ന് പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പേരാണ്. ശക്തൻ VD സതീശനൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന നേതാവാണ്. ശക്തൻ ഒരുപക്ഷെ ഈ ശക്തൻ, അതുപോലെ തന്നെ VP സജീന്ദ്രൻ,
തുടങ്ങിയ പേരുകൾ ഒരുപക്ഷെ ഈ മുഖ്യ മന്ത്രിസ്ഥാനത്തേക്ക് അപ്പുറത്തേക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവികളിലേക്കോ പരിഗണിക്കപ്പെടുന്ന പേരുകളാണ്. അങ്ങനെ ഒരു കാരണവശാലും VD സതീശന് എളുപ്പമാകില്ല മന്ത്രിസഭയിൽ തൻ്റെ അപ്രമാദിത്യം മന്ത്രിസഭാ അംഗങ്ങളിൽ തൻ്റെ ഒരു വലിയ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ 2006 VS സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല. അന്ന് പാർട്ടിയിലെ വലിയ എതിർപ്പുകൾ മറികടന്നുകൊണ്ട് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി VSന് സീറ്റ് അനുവദിക്കുകയും അദ്ദേഹം മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ VSന്റെ ഇടവും വലവും അദ്ദേഹത്തിന് ഇണങ്ങാൻ കഴിയാത്ത വിധം മന്ത്രിമാരെ കൊണ്ട് നിറച്ചിരുന്നു. അവിടെ കോടിയേരി ബാലകൃഷ്ണൻ, പിണറായിയുടെ വിശ്വസ്തനായ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം നൽകാതെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. തോമസ് ഐസക്കും G സുധാകരനും തുടങ്ങി അന്ന് പിണറായി ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായ ആളുകളെ ഇടവും വലവും നിറച്ച് VSനെ പൂട്ടിയിട്ട ഭരണമെന്ന് പിന്നീട് പലപ്പോഴും വിലയിരുത്തപ്പെടുന്ന ഒരു ഭരണമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ VD സതീശൻ മന്ത്രിസഭയിൽ ഈ ആളുകളൊക്കെയാണ് വരുന്നത്. സ്വാഭാവികമായും അത്തരമൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ തന്നെയാണ് കാരണം ഏതൊക്കെ തരത്തിലുള്ള ഒരു കോമ്പിനേഷനിലൂടെ ആകും മന്ത്രിസഭാ രൂപീകരണം എന്നുള്ളത്. ഗ്രൂപ്പ് താല്പര്യങ്ങൾ, പ്രത്യേകിച്ചും വ്യക്തിപരമായ ഗ്രൂപ്പുകളാണല്ലോ. KC വേണുഗോപാൽ ഒരു വശത്ത്, അപ്പുറത്ത് രമേശ് ചെന്നിത്തല. ഇവരുടെ രണ്ടുപേരുടെയും താല്പര്യങ്ങൾ പൂർണ്ണമായും പരിഗണിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെങ്ങനെ, ആ കടമ്പ എങ്ങനെ VD മറികടക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.